ഹലോ, ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. എന്നാൽ പിന്നെ സാരി ഉടുത്ത് പോയേക്കാമെന്ന് വിചാരിച്ചു. ഞാൻ വിചാരിച്ചത് ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആകെ ചമ്മലായി. ഞാനങ്ങനെ അധികം സാരി ഉടുക്കാറേ ഇല്ല. അത് കാരണം എനിക്ക് ഭയങ്കര ചമ്മലായി കേട്ടോ ഇവരെല്ലാം കണ്ടപ്പം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇഷു ബേബി. ഞാനിവിടുന്ന് പോയപ്പോൾ എന്നോട് നല്ല കൂട്ടായിരുന്നു. ഇപ്പോൾ അവൾ എന്നെ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്നില്ല, കാരണം അവർക്ക് പൂജയൊക്കെ ഉണ്ട്. അപ്പം അത് കണ്ടിട്ട് ബോറടിച്ചിട്ട് അമ്പോ കുറച്ച് ഡാൻസൊക്കെ കളിച്ചേക്കാമെന്ന് കരുതി. എന്നിട്ടും കേക്ക് കട്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ഞാൻ കട്ട് ചെയ്തേക്കാമെന്നുള്ള ഭാവത്തിൽ അവൻ ചെന്ന് കയറാൻ നോക്കി. പക്ഷെ അപ്പോഴത്തേക്കിനും ഒരു ബയ്യ ഓടി ചെന്ന് പിടിച്ചു. അല്ലായിരുന്നെങ്കിൽ ഇന്ന് കേക്ക് അവൻ കട്ട് ചെയ്തേനെ. അങ്ങനെ കേക്കൊക്കെ ഈ വേഗം തന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോയൊക്കെ എല്ലാവരും എടുത്തു. അത് കഴിഞ്ഞ് നേരെ ഗിഫ്റ്റ് കൊടുക്കൽ പരിപാടിയായിരുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടെ ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളും കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്ത് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പം അവർ വെളിയിൽ നന്നായിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേ. അപ്പം അതിനനുസരിച്ചുള്ള അവർ എല്ലാ രീതിക്കും ടേബിളെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല സെറ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. പൗബജി ആയിരുന്നു കഴിക്കാൻ. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഞങ്ങളുടെ താഴത്തെ ദീദിമാരോട് കുറച്ച് വർത്തമാനം പറയാമെന്ന് വിചാരിച്ചു പോയി. കാരണം ഞങ്ങളുടെ സാരീനെ പറ്റിയാണ് പറയുന്നത്. കാരണം ഞാൻ സാരി ഉടുത്തവർ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അവർക്ക് ഭയങ്കര എന്നെ കളിയാക്കുന്ന അങ്ങനെയൊക്കെ ആക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നാണമായിരുന്നു. അപ്പോൾ സാരീൻ്റെ ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാനും കഴിക്കാനിരുന്നിട്ടുണ്ട്. പാവ്ബജി എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് ഒരു മലയാളി ചേച്ചിയാണോ തമിഴ് ചേച്ചിയാണോ എന്ന് പറയാൻ പറ്റില്ല. ചേച്ചി കന്യാകുമാരിയാണ്. ചേച്ചിക്ക് തമിഴും അറിയാം, മലയാളം അറിയാം. അപ്പോൾ ചേച്ചി വന്നപ്പോൾ എനിക്ക് പിന്നെ കമ്പനിയായി. കാരണം ഹിന്ദിക്കാരെടുത്തിരുന്ന് നമ്മളെന്ത് പറയാനാണല്ലേ, ഒന്നും മനസ്സിലാവില്ല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. അപ്പോൾ ചേച്ചി വന്നപ്പോഴത്തേക്കിനും ചേച്ചിയായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ നമുക്കൊരു കൂട്ടായി, കമ്പനിയായി. അങ്ങനെ ചേച്ചിനോട് ഞാൻ പാവ്ബജീൻ്റെ കഥ പറയുകയാണേ. ഇത് ഞങ്ങൾ സംസാരിക്കുന്നിട്ട് അന്തം വിട്ട് അപ്പുറത്തൊരു ഹിന്ദിക്കാർ ദീദി ഇരിപ്പുണ്ട്. ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് ആലോചിച്ചാൽ ആ ദീദി ഇരുന്ന് അവിടെ ഇരുന്ന് കഴിച്ചത്. ആ ദീദിക്ക് ബോറടിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ അടുത്തിരുന്നിട്ട്. അപ്പം ഞങ്ങൾക്ക് നല്ല അടിപൊളിയായിരുന്നു. അപ്പം അത്രേ ഉള്ളൂ. ടാറ്റാ.